നമ്മളിപ്പോൾ കണ്ണിൻ്റെ പ്രഷറും അതേപോലെ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ പരിശോധനയും ചെയ്യുമ്പോൾ ഗ്ലോക്കോമ എന്നുള്ളൊരു അസുഖം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെല്ലെ മെല്ലെ കണ്ണിലെ പ്രഷർ കൂടി വന്നിട്ട് കാഴ്ച ഞരമ്പിനെ ചെറുതായിട്ട് ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾക്കിത് മുന്നേ മനസ്സിലാവാതിരുന്നതെന്ന് വെച്ചാൽ ഇപ്പം ചേച്ചി ചെക്കപ്പിന് വന്നുകൊണ്ടാണ് നമുക്കിത് കാണാൻ കഴിഞ്ഞത്. എന്താ വെച്ചാൽ ഇത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സൈഡിൽ, അതായത് വശങ്ങളിലുള്ള കാഴ്ചനെയാണ് ബാധിച്ചു തുടങ്ങുക. അപ്പൊ നമുക്ക് പേഷ്യന്റിന് അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഇപ്പത്തെ ഒരു സ്റ്റേജില് ചെറുതായിട്ട് വശങ്ങളിലെ കാഴ്ച ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചേച്ചിയുടെ കാര്യത്തിൽ ഇത് ഞരമ്പിനെ ബാധിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, തുടക്കത്തിലുള്ള സ്റ്റേജാണ്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് സമയത്താണ് ഇത് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളൊരു തുള്ളിമരുന്ന് തുടങ്ങുകയാണ്. അതായത് കണ്ണിലെ പ്രഷർ കുറയ്ക്കാനുള്ള ഒരു തുള്ളിമരുന്ന് തുടങ്ങുകയാണ്. അപ്പൊ പ്രഷർ കുറയുമ്പോൾ ഞരമ്പിലുള്ള കൂടിയ പ്രഷറിന്റെ ആഘാതം കുറയുകയും ഇനി അങ്ങോട്ട് കൂടുതൽ ഡാമേജ് ഇല്ലാതെ നമുക്ക് അത് കൊണ്ടുപോകാനും കഴിയും. അപ്പൊ നമ്മൾ തുടക്കത്തിൽ ഇപ്പോൾ ഒരു തുള്ളിമരുന്ന് തുടങ്ങും, എന്നിട്ട് നമ്മൾ നോക്കും അതുകൊണ്ട് പ്രഷർ എങ്ങനെയാണ് കുറയുന്നത്. അതിനനുസരിച്ച് ചിലപ്പോൾ തുള്ളിമരുന്നിന്റെ എണ്ണം നമുക്ക് കൂട്ടേണ്ടി വന്നേക്കാം. സർജറിയിലേക്കൊക്കെ നമ്മൾ ഇപ്പൊ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മൾ കുറച്ചുകൂടെ ഈ അസുഖത്തിന്റെ കൂടിയ സ്റ്റേജുകളിൽ അല്ലെങ്കിൽ ആവശ്യത്തിന് തുള്ളിമരുന്നുകൾ ഉപയോഗിച്ചിട്ടും പ്രഷർ കുറയാത്തൊരവസ്ഥയിലൊക്കെ നമുക്ക് സർജറിയുടെ ആവശ്യം വരുന്നുണ്ടാവുള്ളൂ. ഇല്ല ഇപ്പൊ നമുക്ക് തുള്ളിമരുന്നിൽ അങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും. ഗ്ലോക്കോമയുടെ തുള്ളിമരുന്ന് നമ്മൾ മിസ്സാവാതെ ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാല് പ്രഷർ നമുക്ക് ആ ഒരു രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാനും ഇപ്പൊ ഉള്ള കാഴ്ച കൂടുതൽ മോശമാവാതെ നമുക്ക് കൊണ്ടുപോകാനും സാധിക്കും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ BP ഷുഗറൊക്കെ പോലെ തന്നെ കുടുംബത്തിൽ മറ്റുള്ളവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മുടെ സഹോദരങ്ങൾ, ചേച്ചിയുടെ സഹോദരങ്ങൾ, മക്കള്, ഇവരെയൊക്കെ കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാന്നുള്ളത് ശ്രദ്ധിക്കാം. ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും സാധാരണ രീതിയിലുള്ള ഒരു കണ്ണ് ചെക്കപ്പ് നമ്മളിപ്പോ ഇന്ന് ചെയ്ത പോലെ കണ്ണിന്റെ പ്രഷർ അതേപോലെ കണ്ണിന്റെ ഞരമ്പൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്താ വെച്ചാല് നമ്മൾ എത്രയും നേരത്തെ ഇത് കണ്ടുപിടിക്കുന്നോ അത്രയും അവർക്ക് നമ്മൾ കാഴ്ച നിലനിർത്താനും അതിന്റെ ട്രീറ്റ്മെന്റ് അത്രയും എളുപ്പമായിരിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മനസ്സിലായത്